ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൽ നമ്മളിന്ന് പാർട്ട് 5 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ കേവിൽ, ഈ സൈഡിൽ കാണുന്ന കേവിലായിട്ടാണ് നമ്മളിന്ന് മൈൻ ചെയ്യാൻ പോകുന്നത്. മൈൻ ചെയ്യുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഡയമണ്ട് ആണ്. സോ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേവിലാണ് നമ്മുടെ ഡയമണ്ടും കാരണം മൈൻ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ തെളിവാണിത്. കാരണം ഞാൻ ഇവിടെ ഡേറ്റ ഒക്കെ വെച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ച്. ഗൈസ്, അവനെ കണ്ടോ? അവ നമ്മളൊന്ന് കൊല്ലൂലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാതെ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. ഗൈസ്, ഇവിടെ ലാവയുണ്ട്. നമുക്ക് ഗൈസ്, ഇവിടെ മൊത്തവും എനിമീസാണ് ഗൈസ്. ക്രീപ്പർ, സോംബി എല്ലാവരും ഉണ്ട്. സോ ഞാൻ ടോർച്ച് എടുത്തില്ല. എന്ത് ചെയ്യാനെന്ന് പറ. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ചാടട്ടെ. യെസ്, ഗോ. സുഹൃത്തുക്കളെ, ഞാൻ ടോർച്ച് എടുത്തുകൊണ്ടിരുന്ന കുറച്ച് വലിയ ജോലിയാണ്. സുഹൃത്തുക്കളെ, ആ വലിയ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ടോർച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ടോർച്ച് ഞാൻ 13 ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. സോ നമുക്കിനി താഴോട്ടേക്ക് പോവാം. അവിടെയാണ് ലാവയുള്ളത്. നമുക്ക് ആ ലാവയുള്ള അടുത്തോട്ട് ഇങ്ങനെ ടോർച്ച് വെച്ച് പോവാം. അല്ലെങ്കിൽ നമ്മളെ സോംബീസ് വന്ന് പിടിക്കും, അല്ലെങ്കിലും പിടിക്കും ഗൈസ്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാ പ്രതിസന്ധികളും നേരിട്ട് നമ്മുടെ കേവിലേക്ക് ഒരു നല്ല സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു നല്ലൊരു കേവ് കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിലോട്ടൊന്ന് പോയി നോക്കാം. സുഹൃത്തുക്കളെ, ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു കേവല്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടൊന്ന് കുഴിച്ചു പോവാം. നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ കുഴിക്കുമ്പോൾ ലാവ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വീഴില്ല. ഗൈസ്, എൻ്റെ ബുദ്ധി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ താഴോട്ടൊന്ന് കുഴിച്ചു പോവാം. ഗൈസ്, കുറേ നാൾ ഞാൻ കുഴിച്ചിട്ട് ഞാൻ ഏതോ ഒരു കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഈ ഒരു കേവ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ടോർച്ച് വെച്ച് നമുക്ക് ഇനി മേളിലോട്ടായിട്ട് പോവാം. ഇവിടെ എന്തെങ്കിലും കാണാതിരിക്കൂല ഗൈസ്. ഇവിടെ ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് പോകണ്ട, കാരണം അവിടെ കുറച്ച് സീനാണ് ഗൈസ്. ആ ഒരു സോംബീസ് എല്ലാം എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ബ്ലോക്ക് വെച്ച് മൂടട്ടെ ഗൈസ്. അപ്പം നമുക്കിനി നേരെ നമുക്ക് കുഴിയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാം മൂടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് എന്തായാലും അവിടെ നിന്ന് താഴോട്ട് തന്നെ കുഴിച്ച് പോവാം. ഈ ഒരു വഴി ഞാൻ നേരെയാക്കി എടുക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് ഇന്ന് അടുത്ത വീഡിയോ ചെയ്യാം. ഇവിടെ ആരോ കുഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാനല്ല ഗൈസ്. നമുക്കിങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങനെ താഴോട്ട് കുഴിച്ച് പോകണം ഗൈസ്. സുഹൃത്തുക്കളെ, നമ്മളിതാ ഡയമണ്ട് അടുത്തുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ നമ്മളിനി ഇവിടെ നിന്ന് താഴോട്ട് ബെഡ് റോക്ക് ലെവൽ വരെ പോകണം സുഹൃത്തുക്കളെ. അവിടെ ഏറ്റവും വലിയൊരു കേവ് ഇനിയും താഴോട്ട് കുഴിക്കാൻ കിടക്കുന്നു ഗൈസ്. അയ്യോ, വാൾഡ്രൻ സ്പോണർ. എന്റെ മോനെ, വാൾഡൻ സ്പോണർ ഗൈസ്. ഇതിലെ മറ്റേ സ്ഥലം മറ്റേ സിറ്റിയാണ് ഗൈസ്. ഇല്ല, വാൾഡൻ സ്പോണർ എന്താ ആഷ്യൻ സിറ്റി എന്താ പറയും സുഹൃത്തുക്കളെ. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. SP പോയി, പോയിന്റ്സും പോയി ഗൈസ്. SP ആണ് പോയിന്റ്സ്. എൻ്റെ 26 ഉണ്ടായിരുന്നു ഗൈസ്, എല്ലാം പോയി. ഞാൻ പിന്നെ ഇവിടെ പുതിയ സെറ്റിയൊക്കെ മേടിച്ചിട്ട്, ഈ സെറ്റ് മേടിച്ച് തന്നെ ഞാൻ എൻ്റെ വീട് അപ്ഗ്രേഡ് ചെയ്യാനാണ്. ഈ വീട്ടിന് ഫുള്ള് ഓട്ടയാണ് ഗൈസ്. ഞാൻ 3 ഫർണീച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ TV ഭയങ്കര LED TV ആണ്.
സ്മാർട്ട് TV ആണ്. ഞാൻ എപ്പോഴും ഇരുന്ന് ഗെയിം കളിക്കും. പിന്നെ പുറത്തോട്ടിറങ്ങുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കാൻ വയ്യ. ഇവനെയൊക്കെ എനിക്ക് അടിച്ചുകൊണ്ടിരുന്ന ദേഷ്യമുണ്ട്. അയ്യോ, പിന്നെ എന്ത് ചെയ്യാനെന്ന് പറയാം, എല്ലാം കയ്യിൽ നിന്ന് പോയി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള കായന് വെച്ച് ഞാൻ അയൺ ആർമർ ആവണം ഗൈസ്. ഈ ഒരു മൊബൈലിലെ ലാഗ് ഗൈസ്. അങ്ങനെ ഞാൻ അയൺ ആർമർ ആവാനായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിരുന്ന SP പോയതിൻ്റെ വിഷമമായ ഗൈസ് എനിക്കുള്ളു. കാരണം വാൾഡൻ സ്പോണർ ആയിരുന്നത്. എന്തായാലും എൻ്റെ SP അതൊക്കെ അവിടെ പോലെ പോയത്. എന്തായാലും ഞാൻ വാൾഡനെ കൊന്നിട്ട് ഈ ഒരു സീരീസ് അവസാനിപ്പിക്കുള്ളൂ. ഓക്കെ, ഈ അയൺ ഇതിനോട്ട് ഇരിക്കട്ടെ. വാൾഡനെ കൊള്ളുന്ന എപ്പിസോഡ് എന്തായാലും വരുന്നതായിരിക്കും. സോ നമുക്ക് ഇത്തവണ ഡയമണ്ട് മൈനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇവനൊരു പേരിടാൻ ഞാൻ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒരു മൈൻഡില്ല. സോ ഇവനൊരു പേര് കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മളെ കൃഷിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കൃഷി സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, എൻ്റെ കൃഷി സ്ഥലം കമ്പോസർ, എൻ്റെ ഡീകമ്പോസറാണ്. അത് അവിടെ ഇപ്പോൾ ഉണ്ട്. ചാടിയ കൃഷി പോവും ഗൈസ്, അതൊരു പ്രശ്നമാണ്. ഈ വീറ്റൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം എൻ്റെ ഒരുപാട് ഫുഡുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ വീറ്റൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കാം. ഇവിടെ നട്ടില്ല, അപ്പം നമുക്ക് ഇതും ഇവിടെ നട്ടേക്കാം. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ എന്തായാലും പിന്നെ കൊടുക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് ലക്ഷ്യം നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടി ഡയമണ്ട് പിക്കാറ്റ്സ് വേണം. എടാ, നീ അറിഞ്ഞ എൻ്റെ സാധനങ്ങളെല്ലാം പോയി. നമുക്ക് ഇവനെ അങ്ങ് അടിച്ച് കൊല്ലാം ഗൈസ്. ചവടാ എനിക്ക് വാരിപ്പറക്കിയിട്ട് അടിക്കുന്നുണ്ട്. എൻ്റെ SP പോയി. അടിക്ക്, ചവ്. ലവനെ അടിക്കണ്ട, ലവൻ നിങ്ങളായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എടാ, നീയൊക്കെ എൻ്റെ ഇടയ്ക്ക് കയറി അടിക്കുന്നത് തിരി. അവനെയാണ് എനിക്കിഷ്ടം, അവനെ അടിക്കാനാണ് എനിക്കിഷ്ടം. മറ അടിക്കട്ടെ മറ. സുഹൃത്തുക്കളെ, അവനെയും കൊന്ന്, അവൻ്റെ പശുക്കളാണ്, അവനെയും കൊന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ 2 കയറ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്ത ദിവസം എന്തായാലും നമ്മൾ ഡയമണ്ട് മൈനിങ് ചെയ്തിരിക്കും സുഹൃത്തുക്കളെ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത പാർട്ട് ഇങ്ങനെ വൈകിപ്പിക്കുന്നതല്ല, ഉടൻ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഡയമണ്ട് ആർമർ, ആദ്യം നമ്മൾ ഡയമണ്ട് ആർമർ ആവുന്നില്ല, പിക്കാറ്റ്സ് ആണ് മെയിൻ. എന്നിട്ട് നമ്മൾ പോയി ആ ലാവയിൽ വെള്ളം ഒഴിച്ച് നെതർ ബ്ലോക്ക് ഉണ്ടാക്കി നമുക്ക് ആദ്യം പോയി നെതറിൽ പോകണം. എന്നിട്ട് അവിടെ നിന്നാണ് നെതറേറ്റ് മൈനിങ് ചെയ്യാനുള്ളത്. ഒത്തിരി പരിപാടികളും നമുക്ക് ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലായിട്ട് കാണാം. പീസ് ഔട്ട്.